വെൽക്കം ടു ഈവാസ് കിച്ചൺ. ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ്, ആ ഇൻഗ്രീഡിയൻ്റ് ഇല്ലാതെ നമ്മൾ ഒരു കറിയും ഉണ്ടാക്കാറില്ല. നമ്മുടെ എല്ലാ കറികളുടെയും അവസാനം ഇടുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, അത് ഇതേപോലെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ഇതുവരെ ആലോചിച്ച് പോലും കാണത്തില്ല. അപ്പോൾ ഇപ്പോഴത്തേന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും, കറിയാപ്പലയുടെ അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി നമുക്ക് ആദ്യം ഇതേപോലെ ഒരു ചട്ടി എടുക്കാം. അത് ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ കറിയാപ്പല ഒന്ന് വറുത്തെടുക്കാം. കറിയാപ്പല വറക്കുമ്പോൾ എല്ലാം കൂടെ ഒരു റൗണ്ടിൽ തന്നെ വറുത്തെടുക്കൽ, ബാച്ചസ് ആയിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ നമ്മുടെ കറിയാപ്പല എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ നമുക്ക് നമ്മുടെ വറ്റൽ മുളക് എണ്ണയില്ലാതെ വറുത്തെടുക്കാം. നമ്മുടെ വറ്റൽമുളക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് അതേ ചട്ടിയിൽ തന്നെ നമുക്ക് കുരുമുളകും ഇതേപോലെ തന്നെ വറുത്തെടുക്കാം. ഈ കുരുമുളകിൻ്റെ കൂടെ തന്നെ നമുക്ക് തൊമരയും കൂടെ ഇട്ടിട്ട് ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കുരുമുളകും തൊമരയും ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മല്ലിയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉരുന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെളുത്തെള്ള്, ഉലുവ, ജീരകം ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പുളി പിച്ചി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച് നമ്മുടെ ആ വറ്റൽമുളക് ഉണ്ടല്ലോ, അതും കൂടെ ഇതിലോട്ട് ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും ഒരു മിക്സറിലോട്ട് ഇട്ടിട്ട് അതൊരു നല്ല പൗഡറാക്കി എടുക്കാം. നമ്മൾ പൊടിച്ചെടുത്ത ആ ഇതിലേക്ക് നമുക്ക് നമ്മുടെ കറിയാപ്പല, നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച കറിയാപ്പല ഇട്ടിട്ട് നമുക്ക് ആവശ്യമുള്ളത്രയും ഉപ്പ് അതും ഇട്ടിട്ട് നല്ലവണ്ണം പൊടിച്ചെടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കടുക് ചൂടാക്കിയെടുക്കണം. കടുക് നമ്മൾ ഒരിക്കലും എണ്ണ ഒരിക്കൽ വെറുതെ ചൂടാക്കിയെടുത്താൽ മാത്രം മതി. ഇത് നമ്മൾ ആ കറിയാപ്പല നമ്മൾ പൗഡറാക്കത്തില്ലേ, അതിലിടാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഈ അച്ചാർ ഉണ്ടാക്കാൻ നമ്മളെടുത്ത കറിയാപ്പല നമ്മൾ കഴുകി ഒരു തുണിയുടെ മേളിലിട്ട് ഉണക്കിയെടുത്ത കറിയാപ്പലയാണ്. ഇനി നമുക്ക് ഈ കടുക് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത നമ്മുടെ ആ പൗഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചട്ടി ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയിലാണ് നമ്മൾ ഈ നമ്മുടെ കറിയാപ്പല അച്ചാർ ഇടാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ അച്ചാർ പകുതി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് വിനേഗർ ഒഴിക്കാൻ പോകുന്നത്. 1 കപ്പ് വിനേഗറാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം.
ഇനി നമുക്കിതിലേക്ക് ഹിങ് അഥവാ കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ദേ നമ്മുടെ അച്ചാർ ഇവിടെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കേണ്ടത്. ശർക്കര മെൽറ്റ് ആവുന്നിടം വരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കറിയാപ്പല അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള അടിപൊളി വീഡിയോസുമായി എത്തിച്ചേരുന്നവരെ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.